നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ആസിഡിനെയും ബേസിനെ പറ്റിയൊക്കെയാണ്. പലതരത്തിലുള്ള ആസിഡ്, സ്ട്രോങ് ആസിഡ് ഉണ്ട്, സ്ട്രോങ് ബേസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണുന്നത്. സമയം കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് ആസിഡ്? ആസിഡ് എന്ന് പറഞ്ഞാൽ pH <7. ആസിഡ് ന്യൂട്രലൈസസ് ബേസ്. ആസിഡ് ഫോംസ് H+ ions in solution. പലതരത്തിലുള്ള ഡെഫിനിഷനാണ് ആസിഡിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. കൊറോസീവ് റിയാക്ട് വിത്ത് മോസ്റ്റ് മെറ്റൽ ടു ഫോം ഹൈഡ്രജൻ ഗ്യാസ്. ആസിഡ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകുന്നു. അതുപോലെ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. പലതരത്തിലുള്ള ആസിഡിനെ നമുക്ക് പേരറിയാം അല്ലേ? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ തന്നെ കാണുന്ന ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതാണ് സ്റ്റൊമക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിന് വേറൊരു പേരുണ്ട്, കിങ് ഓഫ് കെമിക്കൽ. ഇത് ഉപയോഗിക്കുന്നത് കാർ ബാറ്ററീസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് ഫോർമുല HNO3. നിങ്ങൾ ഈ ഫോർമുല ഒക്കെ ഓർത്തിരിക്കണം. എക്സ്പ്ലോസീവ് ആണ് HNO3. അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് വിനെഗർ. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന വിനാഗിരിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? വീട്ടിലെ വിനാഗിരി. ആ വിനാഗിരിയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഇതാണ് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് നേർപ്പിച്ചാണ് വിനാഗിരി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ കാർബോണിക് ആസിഡ് സോഡയ്ക്കകത്തൊക്കെ ഉള്ളതാണ്. ഫോസ്ഫോറിക് ആസിഡ് ഫ്ലേവറിങ്. ഇപ്പൊ നിങ്ങൾക്ക് പലതരത്തിലുള്ള ആസിഡിനെ പറ്റിയുള്ള ആസിഡിന്റെ പേരിനെ പറ്റിയുള്ളൊരു ഇതുണ്ടായിട്ടുണ്ട് അല്ലേ? ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ്, കാർബോണിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്, ഇവയെല്ലാം പലതരത്തിലുള്ള ആസിഡുകളാണ്. ഇനി ആസിഡിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, സ്ട്രോങ് ആസിഡും വീക്ക് ആസിഡും. സ്ട്രോങ് എന്തിന്റെ കാര്യത്തിലാണ് സ്ട്രോങ് എന്ന് നോക്കാം. സ്ട്രോങ് ആസിഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അയണൈസേഷൻ ഇൻ ആൻ അക്വ സൊല്യൂഷൻ ടു പ്രൊഡ്യൂസ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് H3O+. അതായത് HCl 10 HCl എടുത്ത് നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ടു. ആ 10 HCl അത് H+ഉം Cl- ആയിട്ട് അയോൺസ് ആയിട്ട് മാറുന്നു. അതാണ് കംപ്ലീറ്റ് അയണൈസേഷൻ. ഇനി H+ വെള്ളത്തിനകത്താണെങ്കിൽ H2-യുമായിട്ട് കൂടി ചേർന്ന് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ആണ് H3O+. H3O+ എന്ന് പറയുന്നത് ഹൈഡ്രോണിയം അയോൺ. 100% അയണൈസേഷൻ ഓർ 100% ഡിസോസിയേഷൻ ആണ് സ്ട്രോങ് ആസിഡ് നടക്കുന്നത്. എക്സാമ്പിൾ HCl, HBr, HNO3, H2SO4 എല്ലാം സ്ട്രോങ് ആസിഡിന് എക്സാമ്പിൾ ആണ്. HCl വെള്ളത്തിൽ ലയിച്ച് H3O++ Cl- ഉണ്ടാകുന്നു, സ്ട്രോങ് ആസിഡ്. ഇനി ബേസ്. എന്താണ് ബേസ്? ആസിഡ് എന്ന് പറഞ്ഞാൽ pH <7 ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ pH <7. Feels slippery, dissolves fats and oils, usually forms OH- ions in solution. ആസിഡുമായിട്ട് ഓർക്കുക, ആസിഡ് എന്ന് പറഞ്ഞാൽ H+ തരുന്നു, എന്നാൽ ബേസ് യൂഷ്വലി ഫോംസ് OH- ions in solution, ന്യൂട്രലൈസസ് ആസിഡ്. ആസിഡും ബേസും വന്ന് ന്യൂട്രലൈസ് ചെയ്യുകയാണ് അവിടെ. എക്സാമ്പിൾ സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് സോപ്പ് നിർമ്മാണത്തിലൊക്കെ ഉപയോഗിക്കുന്നു. അതുപോലെ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് നമുക്ക് ഗ്യാസിന്റെ പ്രോബ്ലം ഒക്കെ വരുമ്പോൾ ആന്റാസിഡ് ആയിട്ട് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നു. അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആന്റാസിഡ് ആയിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ ഡിയോഡ്രൻസ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, ഇതെല്ലാം ബേസുകളാണ്. ഇവിടെ സ്ട്രോങ് ബേസ്. എന്തായിരിക്കും സ്ട്രോങ് ബേസ്? സ്ട്രോങ് ആസിഡ് പോലെ തന്നെ ഡിസോസിയേറ്റ് കംപ്ലീറ്റ്ലി ഇൻ അക്വ സൊല്യൂഷൻ ടു പ്രൊഡ്യൂസ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് OH-. അതുപോലെ 100% അയണൈസേഷൻ നടക്കുന്നു. അതായത് സ്ട്രോങ് ബേസിന് എക്സാമ്പിൾ ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഈ സോഡിയം ഹൈഡ്രോക്സൈഡിനെ വെള്ളത്തിലോട്ട് ഇട്ടാൽ സോഡിയം പ്ലസും OH- ആയിട്ട് മാറുന്നു. 10 സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ 10 Na+ഉം 10 OH-, കംപ്ലീറ്റ് അയണൈസേഷൻ അവിടെ നടക്കുകയാണ്. സ്ട്രോങ് ബേസിന് എക്സാമ്പിൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ സ്ട്രോങ് ബേസിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ വീക്ക് ബേസ് ഉണ്ട്. വീക്ക് ബേസ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ അമോണിയ, പൊട്ടാസ്യം കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ് ഒക്കെ വീക്ക് ആയിട്ടുള്ള ബേസ് ആണ്. നിങ്ങളുടെ മനസ്സിലോട്ട് വരണം. എക്സാമ്പിൾ പറഞ്ഞാൽ വീക്ക് ബേസും സ്ട്രോങ് ബേസും. സ്ട്രോങ് ബേസ് ആണ് സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഫോസ്ഫേറ്റ്, ബേരിയം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. വീക്ക് ബേസ് ആണ് അമോണിയ, പൊട്ടാസ്യം കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ് ഒക്കെ വീക്ക് ബേസ് ആണ്. എന്നാൽ എന്തായിരിക്കും വീക്ക് ബേസ്? സ്ട്രോങ് ബേസ് നമ്മൾ പരിചയപ്പെട്ടു. വീക്ക് ബേസ് എന്ന് പറഞ്ഞാൽ ഡിസോസിയേറ്റ് ഓൺലി സ്ലൈറ്റ്ലി ഇൻ ആൻ അക്വ സൊല്യൂഷൻ ടു പ്രൊഡ്യൂസ് ലോ കോൺസെൻട്രേഷൻ. വീക്ക് ആയിരിക്കും. എന്തിന്റെ കാര്യത്തിനകത്ത്? അയോൺസ് ആയി മാറുന്നതിനുള്ള കാര്യത്തിനകത്ത് ഈ വീക്ക് ബേസിന്റെ കാര്യം ദുർബലമായിട്ടുള്ളൂ. അതായത് നമുക്ക്
പൊട്ടാസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ സോഡിയം കാർബണേറ്റ് ഒക്കെ വെള്ളത്തിനകത്ത് ഇട്ടാൽ 10 ഇടുവാണെങ്കിൽ അതിനകത്ത് 2 3 മാത്രമേ അതിന്റെ OH- അയോൺസ് ആയിട്ടൊക്കെ മാറുന്നുള്ളൂ. അതാണ് വീക്ക് ബേസ് എന്ന് പറയുന്നത്. പെർസെൻറ്റേജ് ഓഫ് ഡിസോസിയേഷൻ ലെസ് ദാൻ 100%. എക്സാമ്പിൾ ആണെങ്കിൽ അമോണിയ ഒക്കെ എക്സാമ്പിൾ ആണ്. അതുപോലെ വീക്ക് ആസിഡ് നമ്മൾ ഈ വീക്ക് ബേസിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു കാര്യത്തിൽ വീക്കാണ്. അത് ഏത് കാര്യത്തിലാണ്? അയോൺസ് ആകുന്നതിലുള്ള കാര്യത്തിൽ. വെള്ളത്തിൽ ലയിക്കുമ്പോൾ അത് അയോൺസ് ആകുന്നത് വളരെ കുറച്ചേ ആകുന്നുള്ളൂ. ഡിസോസിയേറ്റ് ഓൺലി സ്ലൈറ്റ്ലി ഇൻ ആൻ അക്വ സൊല്യൂഷൻ ടു പ്രൊഡ്യൂസ് ലോ കോൺസെൻട്രേഷൻ. പെർസെൻറ്റേജ് ഡിസോസിയേഷൻ ലെസ് ദാൻ 100%. എക്സാമ്പിൾ H2S, HCN. അതുപോലെ തന്നെ അസറ്റിക് ആസിഡ് വീക്ക് ആസിഡിന്റെ എക്സാമ്പിൾ ആണ്. അസറ്റിക് ആസിഡ് വെള്ളത്തിനകത്ത് ഇട്ടാൽ അസറ്റിക് ആസിഡ് CH3COO- H3O+ മാറുന്നു. അതാണ് അതിന്റെ അയോൺസ് എന്ന് പറയുന്നത്. ഈ അയോൺസ് ആകുന്ന കാര്യത്തിൽ അസറ്റിക് ആസിഡ് വളരെ ദുർബലനാണ്, വീക്കാണ്. അതുകൊണ്ടാണ് ഇതിനെ വീക്ക് ആസിഡ് എന്ന് പറയുന്നത്. എന്നാൽ HCl സ്ട്രോങ് ആസിഡ് ആണ്. കാരണം HCl വെള്ളത്തിലോട്ട് ഇട്ടാൽ തന്നെ അത് എന്തായി മാറും? കംപ്ലീറ്റ് ആയിട്ട് H+Cl- ആയിട്ട് കംപ്ലീറ്റ് ആയി മാറും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 HCl ആണെങ്കിൽ 10 H+ഉം 10 Cl- ആയി മാറുന്നു. എന്നാൽ അസറ്റിക് ആസിഡ് 10 ഇട്ടാൽ അതിനകത്ത് 2 3 അസറ്റിക് ആസിഡ് ഉള്ള അസറ്റേറ്റും H3O+ആയിട്ട് മാറുന്നുള്ളൂ. ഓക്കെ, വീക്ക് സ്ട്രോങ്ങും തമ്മിലുള്ള എക്സാമ്പിള് അല്ലെങ്കിൽ എന്താണ് വ്യത്യാസം? വീക്ക് ആസിഡ് ഡു നോട്ട് അയണൈസ് കംപ്ലീറ്റ്ലി. എക്സാമ്പിൾ അസറ്റിക് ആസിഡ്, ബോറിക്, നൈട്രസ്, ഫോസ്ഫോറിക് അതെല്ലാം വീക്കാണ്. സ്ട്രോങ് ആസിഡ്സ് അയണൈസസ് കംപ്ലീറ്റ്ലി. എക്സാമ്പിൾ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് അങ്ങനെയുള്ള എല്ലാം എന്താണ്? സ്ട്രോങ് ആസിഡ്. ഇപ്പൊ നിങ്ങൾക്ക് നമുക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം എന്താണ് വീക്കും സ്ട്രോങ്ങും തമ്മിലുള്ള വ്യത്യാസം. ആസിഡും ബേസും തമ്മിലൊന്ന് കമ്പയർ ചെയ്താൽ, 2 ആസിഡും ബേസും ഇലക്ട്രോലൈറ്റ്സ് ആണ്. ആസിഡിന്റെ ടേസ്റ്റ് സോർ ടേസ്റ്റ് ആണ്, ബേസ് ബിറ്റർ ടേസ്റ്റ് ആണ്. അതുപോലെ ആസിഡിന്റെ ഒരു പ്രത്യേകത ഓർത്തിരിക്കണം. ആസിഡ് ടേൺ ലിറ്റ്മസ് റെഡ്. നിങ്ങൾ ലിറ്റ്മസ് പേപ്പർ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? ലിറ്റ്മസ് പേപ്പറിനകത്ത് ആസിഡ് ടേൺസ് ലിറ്റ്മസ് റെഡ്. ബേസസ് ടേൺ ലിറ്റ്മസ് ബ്ലൂ. എളുപ്പ വഴി പറയാം. ബേസിന്റെ അത് തുടങ്ങുന്ന ബിയിൽ അല്ലെ, അതുപോലെ ബ്ലൂ ബി അല്ലെ. എന്നിട്ട് നിങ്ങൾ ഓർക്കുക, ബേസസ് ടേൺ ലിറ്റ്മസ് ബ്ലൂ. ബേസ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കുന്നു, ആസിഡ് ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കുന്നു. റിയാക്ട് വിത്ത് മെറ്റൽസ് ടു ഫോം ഹൈഡ്രജൻ ഗ്യാസ്. മോസ്റ്റ് ഓഫ് ദ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽസ് ടു ഫോം H2 ഗ്യാസ്. ഹൈഡ്രജൻ ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യുന്നു ആസിഡ്. അതുപോലെ ബേസിക് സ്ലിപ്പറി ഫീൽഡ്. ആസിഡ് എക്സാമ്പിൾ വിനാഗർ, നമ്മുടെ സോഡ, ആപ്പിൾ, സിട്രസ് ഫ്രൂട്ട് ഒക്കെ എന്താണ്? അസിഡിക് ആണ്. ബേസസ് ആൻഡ് ആസിഡ്, ബേക്കിംഗ് സോഡ, അമോണിയ അതെല്ലാം ബേസസ് ആണ്. നമുക്കിപ്പോൾ ആസിഡും ബേസിനെ പറ്റി ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞു. പുരാതന കാലം തൊട്ടേ ഇതിനൊരു ഡെഫിനിഷൻ കൊടുക്കാൻ വേണ്ടി എന്താണ് ആസിഡ്, എന്താണ് ബേസ് എന്നുള്ള പലതരത്തിലുള്ള ഡെഫിനിഷൻസ് വന്നു. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള തിയറി ആസിഡ് ബേസ് തിയറിക്കകത്തുള്ളതാണ് അരീനിയസ് തിയറിയും ബ്രോൺസ്റ്റൺ-ലോവറി തിയറിയും. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മോഡിഫൈ ചെയ്ത ഏറ്റവും ന്യൂവർ ആയിട്ടുള്ളതാണ് ലേവീസ് തിയറി. നമ്മളിപ്പം പഠിക്കുന്നത് അരീനിയസ് തിയറി, ബ്രോൺസ്റ്റൺ-ലോവറി തിയറി, അതുപോലെ തന്നെ ലേവീസ് തിയറി. 3 definitions of acid bases. The theories of acid bases has changed over time due to research and experimentation. First one Arrhenius, അത് oldest ആണ്. ബ്രോൺസ്റ്റൺ-ലോവറി ആണ് ന്യൂ, പുതിയതാണ്. അതിനേക്കാളും കുറച്ചുകൂടി മോഡിഫൈ ചെയ്താണ് ലേവീസ്, ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ലേവീസ്. നമുക്ക് നേരം ആസിഡ് ബേസ് തിയറിയിലേക്ക് കിടക്കാം. ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കും പലതരത്തിലുള്ള കൺസെപ്റ്റുകൾ. അരീനിയസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. അരീനിയസിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മളൊരു ആസിഡ് HX എന്ന് കൊടുക്കുക. ആസിഡിന്റെ ഒരു ഡെഫിനിഷൻ ജനറൽ. ആ ആസിഡ് വെള്ളത്തിലോട്ട് ആസിഡിനെ വെള്ളവുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ HX എന്ന് പറയുന്ന ആസിഡ് H+ഉം X-ഉമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നു. H+ഉം X-ഉം ഇത് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ നടക്കുന്ന ഈ ഡെഫിനിഷൻ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുപോലെ നമുക്ക് പറയാൻ പറ്റും അരീനിയസ് കൺസെപ്റ്റ് ആസിഡ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോസിയേറ്റ് ഇൻ വാട്ടർ ടു ഗീവ് H+. ഈ H+ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, H+ ഉടനെ വെള്ളത്തിൽ റിയാക്ഷൻ നടക്കുമ്പോൾ H2O-യുമായിട്ട് റിയാക്ട് ചെയ്ത് H+ H3O+ ആയി മാറുന്നു. H+ H2O-യുമായിട്ട് കൂടി ചേരുമ്പോൾ H3O+ ആയി മാറുന്നു. ആ H3O+ പറയുന്ന പിന്നെ ഹൈഡ്രോണിയം അയോൺ. എന്താണ് ഹൈഡ്രോണിയം അയോൺ? ഇപ്പൊ നമ്മുടെ അരീനിയസ് കൺസെപ്റ്റ് ആയി.
അരീനിയസ് കൺസെപ്റ്റ് അനുസരിച്ച് ആസിഡ്സ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോസിയേറ്റ് ഇൻ വാട്ടർ ടു ഗീവ് H+. ഓക്കെ, ഇനി എന്തായിരിക്കും ബേസ് എന്ന് പറഞ്ഞാൽ? ബേസസ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് പ്രൊഡ്യൂസ് ഹൈഡ്രോക്സിൽ അയോൺസ്. ഹൈഡ്രോക്സിൽ അയോൺസ് എന്ന് പറഞ്ഞാൽ OH- അയോൺസ്. ഫോർ എക്സാമ്പിൾ, സോഡിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ വെള്ളത്തിലോട്ട് ഇടുവാണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്ത് Na+ഉം OH- വരുന്നു. അന്നേരം അരീനിയസ് കൺസെപ്റ്റ് അനുസരിച്ച് ബേസ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ OH- തരുന്നു, ആസിഡ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ H+ തരുന്നു. H+ തരുമ്പോൾ ആ വെള്ളവുമായിട്ട് H+, നമ്മൾ H+ന് പ്രോട്ടോൺ ആയിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യാണ്. പ്രോട്ടോൺ അന്നേരം വാട്ടറുമായിട്ട് ഇത് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രോണിയം അയോൺ ഉണ്ടാകുന്നു. ഹൈഡ്രോണിയം അയോൺ എന്ന് പറഞ്ഞാൽ H2O + H+. H2O + H+ ആണ് ഇതിന്റെ ഇതാണ് ലേഡീസ് ഡോട്ട് സ്ട്രക്ചർ ആണ്. ഇത് എന്തായി മാറും? H3O+ ആയി മാറും. H3O+ന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ ഈ കാണുന്നത്. H3O+ എന്ന് പറയുന്ന പേരാണ് ഹൈഡ്രോണിയം അയോൺ എന്ന് പറഞ്ഞാൽ the combination of hydrogen ion and water molecule to form H3O+. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അരീനിയസ് കൺസെപ്റ്റ് ആണ്. അരീനിയസ് കൺസെപ്റ്റ് അനുസരിച്ച് ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് H+ ഇൻ വാട്ടർ. ബേസ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസസ് ഹൈഡ്രോക്സൈഡ് അയോൺ ഇൻ വാട്ടർ. കാണാതെ നമ്മൾ പഠിക്കണം. അരീനിയസ് കൺസെപ്റ്റ് അനുസരിച്ച് ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് പ്രൊഡ്യൂസസ് ഹൈഡ്രജൻ അയോൺസ് ഇൻ വാട്ടർ. ബേസ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് പ്രൊഡ്യൂസ് ഹൈഡ്രോക്സൈഡ് അയോൺസ് ഇൻ വാട്ടർ. ബേസ് നമ്മുടെ NaOH Na+OH- ആവുന്നു, KOH K+OH- ആവുന്നു. ഇവിടെ എല്ലാ പ്രൊഡക്ട്സ് ആയിരുന്നത് OH- ആണ്. Base is a substance that when dissolved in a water increases the concentration of OH- ion. ഇനി അരീനിയസ് തിയറിയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താന്ന് ചോദിച്ചാൽ, ഇത് വെള്ളത്തിൽ അക്വസ് സൊല്യൂഷനാ കാര്യമേ പറയുന്നുള്ളൂ. സോഡിയം ഹൈഡ്രോക്സൈഡ് വെള്ളത്തിലിട്ടാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, അതുപോലെ HCl വെള്ളത്തിലിട്ടാൽ എന്താണ് സംഭവിക്കുന്നത്, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇത് അപ്ലൈ ഓൺലി ടു അക്വസ് സൊല്യൂഷൻ. നമുക്ക് പലതരത്തിലുള്ള വേറെയും ഇതൊക്കെ ഉണ്ട്, ആസിഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, അങ്ങനെയുള്ള തരത്തിലുള്ള പലതരത്തിലുള്ള ആസിഡുകളൊക്കെ ഉണ്ട്. അത് എന്തുകൊണ്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് അരീനിയസ് തിയറി അനുസരിച്ച് അക്വസ് സൊല്യൂഷനകത്ത് മാത്രമേ അത് ആസിഡ് എന്താണ് ബേസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് അടുത്ത തിയറിയിലേക്ക് നമുക്ക് കിടക്കാം. അരീനിയസ് ആസിഡ് HCl, H+, Cl-, HNO3, H+NO3-, ബേസിന് എക്സാമ്പിൾ NaOH, Na+OH-. കാൽസ്യം ഹൈഡ്രോക്സൈഡ് അരീനിയസ് ബേസ് ആണ്. എന്താ തരുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് വെള്ളത്തിലിരിക്കുമ്പോൾ OH- തരുന്നു അല്ലെ. ഇതെല്ലാം അരീനിയസ് ആണ്. ഇവിടുത്തെ ഡിസഡ്വാൻറ്റേജ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് അരീനിയസ് ആസിഡും അരീനിയസ് ബേസും H2O-ക്കകത്തുള്ള അക്വസ് സൊല്യൂഷനകത്തുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അരീനിയസ് ആസിഡ് റിലേറ്റ് H+ into water, base release OH- into water. എക്സാമ്പിൾ HCl, NaOH. അതുപോലെ മോണോപ്രോട്ടിക്കും ഡൈപ്രോട്ടിക്കും ഉണ്ട്, അതുകൊണ്ട് ഓർത്തിരിക്കാം. മോണോപ്രോട്ടിക് എന്ന് പറഞ്ഞാൽ ആസിഡ് ദാറ്റ് കണ്ടെയ്ൻ 1 പ്രോട്ടോൺ. ആസിഡ് HB ഒരു മോണോപ്രോട്ടിക്, കാരണം ഒരു H+ മാത്രമേ ഉള്ളൂ. ഡൈപ്രോട്ടിക് എന്ന് പറഞ്ഞാൽ ആസിഡ് ദാറ്റ് കണ്ടെയ്ൻ 2 പ്രോട്ടോൺ. H2SO4 2 H ഉണ്ട്, അതുകൊണ്ട് അതിനെ ഡൈപ്രോട്ടിക് എന്ന് പറയുന്നത്. ആസിഡ് നമ്മൾ രണ്ടായിട്ട് പലതരത്തിൽ തിരിക്കാം: മോണോപ്രോട്ടിക്, ഡൈപ്രോട്ടിക്, പോളിപ്രോട്ടിക്, നമ്പർ ഓഫ് ഹൈഡ്രജന്റെ എണ്ണം അനുസരിച്ച്. ഡിസഡ്വാൻറ്റേജ് നമ്മൾ മനസ്സിലാക്കി. അരീനിയസ് കൺസെപ്റ്റിന്റെ അക്വസ് സൊല്യൂഷനകത്ത് മാത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത തിയറിയിലേക്ക് കിടക്കുകയാണ്, ബ്രോൺസ്റ്റൺ-ലോവറി തിയറി. ബ്രോൺസ്റ്റൺ-ലോവറി തിയറി 1923 ബ്രോൺസ്റ്റൺ ആൻഡ് തോമസ് ലോവറി പ്രപ്പോസ് എ മോർ ജനറൽ ഡെഫിനിഷൻ ഓഫ് ആസിഡ് ആൻഡ് ബേസ്. ആസിഡ് എന്താണ് ബേസ് എന്ന് ബ്രോൺസ്റ്റൺ-ലോവറി തിയറി അനുസരിച്ച് നമുക്ക് പഠിക്കാം. ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഡൊണേറ്റ് എ പ്രോട്ടോൺ ടു അനദർ സബ്സ്റ്റൻസ്. ഇവിടെ അക്വസ് എന്നുള്ളത് മാറ്റുവാണ്. അക്വസ് ഇല്ലാതെ, വെള്ളത്തിലുള്ള അല്ലാതെ നമ്മൾ പറയുകയാണ്. ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഡൊണേറ്റ് എ പ്രോട്ടോൺ ടു അനദർ സബ്സ്റ്റൻസ്. ഒരു പ്രോട്ടോണിനെ കൊടുക്കുന്ന ആൾ ആരോ അയാളെയാണ് ആസിഡ് എന്ന് പറയുന്നത്. ബേസ് ഇസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ആക്സെപ്റ്റ് എ പ്രോട്ടോൺ. ഇവിടെ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം നിങ്ങൾ ഓർത്തിരിക്കണം. അരീനിയസ് കൺസെപ്റ്റിനനുസരിച്ച് ബേസ് എന്ന് പറഞ്ഞാൽ OH- കൊടുക്കുന്ന ആളെന്നായിരുന്നു. ഇവിടെ എന്താണ്? ബേസ് ഇസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ആക്സെപ്റ്റ് എ പ്രോട്ടോൺ. ബ്രോൺസ്റ്റൺ-ലോവറി തിയറിക്കകത്ത് പ്രോട്ടോണിനെ ബേസ് ചെയ്താണ് അവിടെ ആസിഡിന്റെയും ബേസിന്റെയും ഗുണഗണങ്ങൾ പറയുന്നത്. നോട്ട് നെസസറി ടു ബി ഇൻ അക്വസ് സൊല്യൂഷൻ. ഇതാണ് ബ്രോൺസ്റ്റൺ-ലോവറി തിയറിയുടെ അഡ്വാൻറ്റേജ്. നോട്ട് നെസസറി ടു ബി ഇൻ അക്വസ് സൊല്യൂഷൻ. നമുക്ക് അന്നേരം ബ്രോൺസ്റ്റൺ-ലോവറി തിയറി അനുസരിച്ച് ആസിഡുകൾ എന്ന് പരിചയപ്പെടാം. HCl
ഇപ്പം നോട്ട് നെസസറി എന്നുള്ളൂ. HCl നമുക്ക് H2O H3O പ്ലസ് പ്ലസ് Cl മൈനസ്. അതുപോലെ അസറ്റിക് ആസിഡ് നമുക്ക് H3O പ്ലസ് പ്ലസ് C3CO മൈനസ് എന്ന് പറയാം. അതുപോലെ ബേസ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ആക്സെപ്റ്റ് ഹൈഡ്രജൻ ഇൻ എ റിയാക്ഷൻ. ആക്സെപ്റ്റ് ബ്രോൺസ്റ്റൺ ലോവറി തിയറി അനുസരിച്ച് ബേസ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ആക്സെപ്റ്റ് H+. ഇവിടെ NH3 നമ്മൾ പറയുകയാണ് ഒരു ബേസ് ആണ്. NH3 പ്ലസ് H2Oയുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ NH4+ ആയി മാറുന്നു. എന്തായി മാറുന്നു? NH4+. അതൊരു ബേസ് ആണ്. ബേസ് ആണ്. ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് H+. ബേസ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ആക്സെപ്റ്റ് H+. അതാണ് NH3 H+ സ്വീകരിച്ച് NH4+ ആയി മാറുന്നു. വ്യത്യാസം ഓർത്തിരിക്കുക. Bronsted Lowry definition: acid, neutral molecule, anion or cation that donate a proton. Bronsted Lowry concept അനുസരിച്ച് base, neutral molecule, anion or cation that accept a proton. Accept. HA plus B. HA plus B ഈ ഇക്വേഷനകത്ത് റിയാക്ടൻസ് ആണ് HAയും Bയും. ഈ ബിയിലെ HA എന്ത് ചെയ്യുന്നു? HB പ്ലസ് പ്ലസ് A മൈനസ് ആയി മാറുന്നു. അതുപോലെ HClഉം H2Oയും. HCl ആസിഡാണ്, H2O ബേസ് ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നു. അത് എന്തായി മാറുന്നു? HCl നമ്മൾ ആസിഡ് എന്ന് പറയുന്നു. കാരണം HCl H+ കൊടുക്കുന്നു. H+ കൊടുത്തിട്ട് Cl മൈനസ് ആയി മാറുന്നു. അതുപോലെ H2O ബേസ് എന്ന് പറയുന്നു. കാരണം H2O H+ സ്വീകരിച്ച് H3O+ ആയി മാറുന്നു. ഇപ്പം നമ്മൾ ഈ ഈക്വേഷനകത്ത് ബ്രോൺസ്റ്റൺ ലോവറി കൺസെപ്റ്റ് അനുസരിച്ച് ആസിഡിനെയും ബേസിനെയും പരിചയപ്പെടുകയാണ്. ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ്. HCl ആസിഡാണ് വിച്ച് gives a proton. HCl പ്രോട്ടോണെ കൊടുത്ത് Cl മൈനസ് ആയി മാറുന്നു. H2O is a base which accept a proton. അന്നേരം H2O H+ സ്വീകരിച്ച് H3O+ ആയി മാറുന്നു. അതുകൊണ്ട് H2O ബേസ് എന്ന് പറയുന്നു, HCl ആസിഡ് എന്ന് പറയുന്നു. ഓക്കെ, ഇക്വേഷൻ ഓർത്തിരിക്കുക. നമ്മളിവിടെ ഒരു പുതിയൊരു ടേം കൂടെ പഠിക്കുകയാണ്. കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ. കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ. നമുക്കിവിടെ ഈ ഇക്വേഷനകത്ത് HCl ആസിഡാണ്, H2O ബേസ് ആണ്. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് നമുക്ക് ആസിഡും ബേസും എന്താണെന്ന് മനസ്സിലാക്കി തന്നു. എന്തായിരുന്നു HClനെ ആസിഡ് എന്ന് വിളിക്കാൻ കാരണം? HClനെ ആസിഡ് എന്ന് വിളിക്കാൻ കാരണം HCl ഒരു H+ കൊടുത്ത് HCl മൈനസ് ആയി മാറുന്നു. Cl മൈനസ് ആയി മാറി. അതുകൊണ്ട് HClനെ ആസിഡ് എന്ന് പറയുന്നു. ബേസിനെ H2O ബേസ് എന്ന് വിളിക്കാൻ കാരണം H2O ഒരു H+ സ്വീകരിച്ച് H3O+ ആയി മാറി. അതുകൊണ്ടാണ് H2O ബേസ് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് റിയാക്ഷൻ സൈഡും പ്രൊഡക്റ്റ് സൈഡും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാൻ പോവാണ്. HClഉം Cl മൈനസും. ഈ HClഉം Cl മൈനസും റിയാക്ഷൻ സൈഡിനകത്ത് HCl, പ്രൊഡക്റ്റ് സൈഡിനകത്ത് Cl മൈനസ് ഡിഫർ ബൈ എ പ്രോട്ടോൺ. ഈ HClഉം Cl മൈനസും തമ്മിൽ വ്യത്യാസം ഒറ്റ പ്രോട്ടോണിന്റെ കാര്യത്തിലുള്ളൂ. അതുകൊണ്ട് അതിനെ പറഞ്ഞ പേരാണ് കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ. കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ. കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷനകത്ത് ഡിഫർ ബൈ എ പ്രോട്ടോൺ, ഒരു പ്രോട്ടോണിന്റെ വ്യത്യാസമുള്ള ഇതേ ഉള്ളൂ ഇവിടുത്തെ ആസിഡും ഈ പ്രൊഡക്റ്റും തമ്മിൽ. അതുകൊണ്ട് ആ പ്രൊഡക്റ്റിനെ നമ്മൾ ബേസ് എന്ന് പറയുന്നു. ബേസ്, ഈ ആസിഡിന്റെ കോഞ്ചുഗേറ്റ് ബേസ് എന്ന് പറയുന്നു. ഓക്കെ, ആസിഡിന്റെ കോഞ്ചുഗേറ്റ് ബേസ്. കാരണം ഇവർ തമ്മിൽ ഒരു H+ ഇതേ ഉള്ളൂ, അതുകൊണ്ട് ബേസ് എന്ന് പറയുന്നു. ഇനി ഈ ബേസിന് എന്ത് ചെയ്യാം? ഇക്വിലിബ്രിയത്തിലായിരിക്കുമ്പോൾ ഈ Cl മൈനസിന് ഇതിനെ ബേസ് എന്ന് വിളിക്കാൻ എന്തായിരിക്കും? കാരണം ബേസ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ആക്സെപ്റ്റ് പ്രോട്ടോൺ. ഈ Cl മൈനസ് ഇവിടെ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അത് ഹൈഡ്രജനെ സ്വീകരിച്ച് HCl ആകുന്നു. ഇക്വിലിബ്രിയത്തിൽ ഇപ്പൊ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുവാണെങ്കിൽ. അതുകൊണ്ട് നമുക്കിത് പറയാം, ഇത് ബേസ് ആണ്. അതുകൊണ്ടാണ് ഇതിന് ബേസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ആസിഡ് 1ഉം ബേസ് 1 എന്ന് പറഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ. ഓക്കെ, ഇനി അടുത്ത ഈ റിയാക്ഷനകത്ത് ഇവിടുത്തെ ബേസ് ആണ് H2O. ഈ H2O ബേസ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? ഈ ബേസ് H+ സ്വീകരിച്ച് H3O+ ആകുന്നു. അതുകൊണ്ടാണ് ഇതിനെ ബേസ് എന്ന് H2O വിളിക്കുന്നത്. ഈ ബേസ് ഇവിടെ H3O+ ആയി. എന്നാൽ ഇവിടെ ഈ H2Oയും H3Oയും തമ്മിൽ ഒരു H+ വ്യത്യാസമേ ഉള്ളൂ, ഒരു H+ വ്യത്യാസം. അതുകൊണ്ട് ആ പെയറിനെ നമുക്ക് എന്ത് പറയാം? കോഞ്ചുഗേറ്റ് ബേസ് ആസിഡ് പെയർ എന്ന് പറയാം. കോഞ്ചുഗേറ്റ് ബേസ് ആസിഡ് പെയർ. ഇനി എന്തുകൊണ്ടാണ് ഈ H3O+ ആസിഡ് എന്ന് വിളിക്കുന്നത്? ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് H+. ഈ H3O+ ബാക്ക്വേർഡ് റിയാക്ഷനകത്ത് അതിനൊരു ടെൻഡൻസി ഉണ്ട്. എപ്പോഴും ഇവർക്ക് ടെൻഡൻസി എന്താണെന്ന് ചോദിച്ചാൽ ഈ ചാർജ് കളയാനാണ് ടെൻഡൻസി. പ്ലസിന്
പ്ലസ് ചാർജ് ഇല്ലാതാക്കണം. പ്ലസ് ചാർജ് ഇല്ലാതാക്കുമ്പോൾ H പ്ലസിനെ കൊടുത്താൽ മതി. H പ്ലസിനെ കൊടുത്താൽ അത് എന്തായി മാറുന്നു? H2O ആയിട്ട് മാറുന്നു. അതുകൊണ്ട് ഇവരെ ഡിഫർ ബൈ എ പ്രോട്ടോൺ ആൻഡ് ദിസ് പെയർ ഇസ് കോൾഡ് എ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. H2Oയും H3Oയും. ഓക്കെ, H3O പ്ലസിനെയും നമ്മളിപ്പം ഇവിടെ പരിചയപ്പെട്ടത് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ആണ്. ഇത് ബ്രോൺസ്റ്റൺ ലോവറി കൺസെപ്റ്റ് അനുസരിച്ചാണ് നമുക്കിത് പറയാൻ സാധിക്കുന്നത്. According to Bronsted-Lowry theory, acid is a substance that is capable of donating a hydrogen ion and bases are substances capable of accepting hydrogen ions. നമുക്കിവിടെ ഷോർട്ടായിട്ട് in short, acids are proton donors and bases are proton acceptors. നമ്മളിവിടെ കാണുകയാണ് H2Oയും അമോണിയയും തമ്മിലുള്ള റിയാക്ഷൻ. H2Oയെ അമോണിയയും തമ്മിൽ റിയാക്ഷൻ നടക്കുമ്പോൾ H2Oയെ ഇവിടെ ആസിഡ് എന്ന് വിളിക്കുന്നു, അമോണിയയെ ബേസ് എന്ന് വിളിക്കുന്നു. ഇവർ രണ്ടിനോട് കൂടി ചേർന്ന് ഇവിടെ ആസിഡ് എന്തുകൊണ്ടാണ് H2Oയെ ആസിഡ് എന്ന് വിളിക്കാൻ കാരണം? H2O ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് H പ്ലസ്. അത് അന്ന് H പ്ലസിന് കൊടുക്കുമ്പോൾ അത് എന്തായി മാറുന്നു? OH മൈനസ് ആയി മാറുന്നു. എന്തായി മാറുന്നു? OH മൈനസ്. OH മൈനസ് ആവുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇവിടെ ഇതിനെ കോൺജുഗേറ്റ് പെയർ എന്ന് പറഞ്ഞു. കോൺജുഗേറ്റ് പെയർ എന്ന് പറഞ്ഞാൽ ഡിഫർ ഓൺലി വൺ എ പ്രോട്ടോൺ. ഒരു പ്രോട്ടോണിന്റെ വ്യത്യാസമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കോൺജുഗേറ്റ് പെയർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്തുകൊണ്ടാണ് ഈ OH മൈനസിന്റെ ബേസ് എന്ന് പറയുന്നത്? ബേസ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് എന്താണ്? വിച്ച് ആക്സെപ്റ്റ് പ്രോട്ടോൺ. വിച്ച് ആക്സെപ്റ്റ് പ്രോട്ടോൺ എന്ന് പറയുന്നത് അത് പ്രോട്ടോണെ സ്വീകരിച്ച് അത് ആസിഡായി മാറുന്നു. അതുപോലെ ഇവിടെ NH3 ബേസ് എന്ന് പറയുന്നു. ബേസ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ആക്സെപ്റ്റ് പ്രോട്ടോൺ NH4 പ്ലസ് ആയി മാറി. ഇനി NH4 പ്ലസിനെ എന്ത് വിളിക്കുന്നു? ആസിഡ് എന്ന് വിളിക്കുന്നു. വാട്ട് ഈസ് ആസിഡ്? ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് H പ്ലസ്. ഡൊണേറ്റ് H പ്ലസ്. ഈ പ്ലസ് ചാർജ് ഇല്ലാതാക്കാൻ വേണ്ടി അത് എന്ത് ചെയ്യുന്നു? NH3 ആകാനുള്ള ടെൻഡൻസി കാണിക്കും. അതുകൊണ്ടാണ് അത് കോൺജുഗേറ്റ് പെയർ ആയി വരുന്നു. കോൺജുഗേറ്റ് പെയർ ആണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറയുന്നത്. അന്നേരം Bronsted-Lowry കൺസെപ്റ്റ് അനുസരിച്ച് ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് കേപ്പബിൾ ഓഫ് ഡൊണേറ്റിംഗ് ഹൈഡ്രജൻ അയൺ ആൻഡ് ബേസസ് ആർ സബ്സ്റ്റൻസ് കേപ്പബിൾ ഓഫ് ആക്സെപ്റ്റിംഗ് ഹൈഡ്രജൻ അയൺസ്. Conjugate acid compound formed when an base gains hydrogen ions. Base gains a hydrogen ions. Conjugate base എന്ന് പറഞ്ഞാൽ compound formed when an acid loses a hydrogen ions. Compound formed when an acid loses a hydrogen ions. ഇവിടെ conjugate acid base pair ആണ് ഈ റിയാക്ഷനകത്ത്. There are two acid base pair in a reaction. These are HCl, Cl minus and H3O plus H2O. These acid base are called conjugate acid base pair. നമുക്കിവിടെ രണ്ട് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ആ രണ്ട് ഇക്വേഷനകത്ത് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ നമുക്ക് നോക്കാം. അസറ്റിക് ആസിഡ് H2Oയുമായിട്ട് കൂടി ചേർന്ന് അത് H3O പ്ലസും Ca3COO മൈനസുമായിട്ട് മാറുന്നു. ഇവിടെ അസറ്റിക് ആസിഡ് ആണ് ആസിഡ്. അതുപോലെ H2O ബേസ് ആണ്. H2O ബേസ്. ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് H പ്ലസ്. ഡൊണേറ്റ് H പ്ലസിന് കൊടുത്താൽ എന്തായി മാറുന്നു? Ca3COO മൈനസ് ആയി മാറുന്നു. ഈ Ca3COOHനെയും Ca3COO മൈനസിനെയും പറയുന്നത് വേണ്ട കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. ഇവർ തമ്മിൽ ഒരു H പ്ലസിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇത് എന്തുകൊണ്ടാണ് ഇതിനെ ബേസ് എന്ന് പറയുന്നത്? ബേസ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ആക്സെപ്റ്റ് എ പ്രോട്ടോൺ. ആക്സെപ്റ്റ് പ്രോട്ടോൺ. ഈ മൈനസ് ചാർജ് നിൽക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അതെപ്പോഴും എന്താണ് അതിന് സ്റ്റെബിലിറ്റി ഉള്ളത്? അതിനെ ചാർജ് ഇല്ലാതാക്കണം. ചാർജ് ഇല്ലാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? H പ്ലസിനെ സ്വീകരിച്ചാൽ അതിന് എന്താ ആകും? അത് ചാർജ് ഇല്ലാത്ത സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ആയി മാറും. ഇവിടെ അതുകൊണ്ടാണ് ഇതിനെ ബേസ് എന്ന് വിളിക്കുന്നത്. ബീക്ക് ആസിഡും ഒരു ബേസുമാണ്. ഇതാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറയുന്നത്. ഈ റിയാക്ഷനകത്ത് തന്നെ H2Oയെ ബേസ് എന്ന് പറയുന്നു, H3O പ്ലസിനെ ആസിഡ് എന്ന് പറയുന്നു. എന്താണ് ബേസ് എന്ന് ഇവിടെ പറയാൻ കാരണം? ഇവിടെ റിയാക്ടന്റ് ആയ H2O ബേസ് ആകാൻ കാരണം ബേസ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ആക്സെപ്റ്റ് പ്രോട്ടോൺ. ആക്സെപ്റ്റ് പ്രോട്ടോണെ സ്വീകരിച്ചത് H3O പ്ലസ് ആയി മാറുന്നു. H3O പ്ലസ് ആയി മാറുമ്പോൾ ഇതിനെ ഈ H3O പ്ലസിനെ ആസിഡ് എന്ന് പറയുന്നു. ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് H പ്ലസ്. പ്ലസ് ചാർജ് നിൽക്കാൻ ഇഷ്ടപ്പെടാതെ അത് H പ്ലസിനെ കൊടുത്താൽ അതിന് എന്താവും? സ്റ്റേബിൾ ആയിട്ടുള്ള H2O ആയി മാറും. അതുകൊണ്ട് ഇതിനെ ബേസും ആസിഡും നമ്മൾ പറയുന്നു. അതുകൊണ്ടാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ആയിട്ട് കാണുന്നത്. നമ്മളിവിടെ റിയാക്ഷൻ നടക്കുമ്പോൾ Bronsted-Lowry കൺസെപ്റ്റ് അനുസരിച്ച് ആസിഡിന്റെയും ബേസിന്റെയും റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ രണ്ട് പെയർ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ഉണ്ടാകുന്നു. അതുപോലെ അടുത്തൊരു റിയാക്ഷനാണ് H2O പ്ലസ് NH3. അവിടെയും എന്തുണ്ടാകുന്നു? കോൺജുഗേറ്റ് പെയർ ഉണ്ടാകുന്നു. H2Oയും OH മൈനസും ആണ് അവിടുത്തെ കോൺജുഗേറ്റ് പെയർ. അതുപോലെ തന്നെ NH3 NH4 പ്ലസുമാണ് കോൺജുഗേറ്റ് പെയർ.
ഓർത്തിരിക്കുക, എളുപ്പമാണ്. കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ ഉള്ളത്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനകത്ത് രണ്ടിടത്തും അവിടെ ആദ്യത്തെ അസറ്റിക് ആസിഡുമായിട്ട് H2O കൂടി ചേർന്നപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് ബേസ് ആയിട്ട് റിയാക്ട് ചെയ്തു. രണ്ടാമത്തെ റിയാക്ഷനകത്ത് അമോണിയയും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് ആസിഡായിട്ട് റിയാക്ട് ചെയ്തു. അന്നേരം വാട്ടർ രണ്ട് കൂടെ വരുന്ന ആളിന്റെ നേച്ചർ അനുസരിച്ച് വെള്ളം ആസിഡായിട്ടും ബേസ് ആയിട്ടും റിയാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് പറയുന്നത് ആംഫോട്ടറിക് സബ്സ്റ്റൻസ്. ആംഫോട്ടറിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ക്യാൻ ആക്ട് ആസ് ബോത്ത് ആസിഡ് ആൻഡ് ബേസ്. പുതിയൊരു കൺസെപ്റ്റ് പഠിക്കുകയാണ്. എന്താണ് ആംഫോട്ടറിക് സബ്സ്റ്റൻസ്? ആംഫോട്ടറിക് സബ്സ്റ്റൻസ് ക്യാൻ ആക്ട് ആസ് ബോത്ത് ആസിഡ് ആൻഡ് ബേസ്. വാട്ടർ ഒരു ആംഫോട്ടറിക് സബ്സ്റ്റൻസ് എക്സാമ്പിൾ ആണ്. ഇപ്പം ഇവിടെ ഇതൊരു ആസിഡിന്റെ കൂടെ H2O വന്നു. ആസിഡിന്റെ കൂടെ വന്നാൽ നമ്മൾ ഓന്തിന്റെ ഒക്കെ നിറം മാറുന്നെന്ന് പറയുന്ന പോലെ ഓന്ത് എങ്ങനെയാണ് അതിന്റെ പരിസ്ഥിതി അനുസരിച്ച് മാറുന്നു, അതുപോലെ H2O അടുത്ത് ആസിഡ് വരുവാണെങ്കിൽ ഉടനെ H2O പറയും ഞാൻ ബേസ് ആയിക്കോളാം എന്ന് പറയും. ബേസ് ആയിക്കോളുമ്പോൾ എന്താണ്? ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് H+. ആർക്കാണ് ഡൊണേറ്റ് ചെയ്യുന്നത്? H2Oക്ക്. അതെന്തായി മാറുന്നു? H3O+ ആയി മാറുന്നു. ഇനി ആസിഡ് A- ആയി മാറുന്നു. രണ്ടാമത്തെ ഇതില് H2O ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ബേസ് എടുത്തു വന്നു. ബേസ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ആക്സെപ്റ്റ് എ പ്രോട്ടോൺ. ഉടനെ H2O ബേസിന് ഒരു പ്രോട്ടോണിനെ കൊടുക്കുന്നു. പ്രോട്ടോണിനെ കൊടുക്കുമ്പോൾ അതെന്തായി മാറുന്നു? BH++ OH- ആയി മാറുന്നു. അന്നേരം ഇവിടെ നമ്മൾ കാണുവാണ് H2O ഒരു ആംഫോട്ടറിക് സബ്സ്റ്റൻസ് ആണ്. കാരണം H2O ചില സമയങ്ങളിൽ, അതായത് ആസിഡ് എടുത്തു വരുമ്പോൾ അത് ബേസ് ആയി മാറുന്നു, ബേസ് എടുത്തു വരുമ്പോൾ അത് ആസിഡായി മാറുന്നു. ആസിഡായിട്ടും ബേസ് ആയിട്ടും ആക്ട് ചെയ്യാൻ കഴിവുള്ള വസ്തുവാണ് H2O. അതുകൊണ്ടാണ് അതിന് ആംഫോട്ടറിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി കാരണം എന്താണെന്ന് വെച്ചാൽ H2Oയുടെ സ്ട്രക്ചർ. ഇവിടെ H2Oയ്ക്കകത്ത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ക്യാൻ ആക്സെപ്റ്റ് എ പ്രോട്ടോൺ. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് പ്രോട്ടോണെ ആക്സെപ്റ്റ് ചെയ്യാൻ ആർക്ക് സാധിക്കുന്നു? നമ്മുടെ H2Oയ്ക്ക് സാധിക്കുന്നു. ഇതിന്റെ സ്ട്രക്ചർ വെച്ചാണ്. ഓക്സിജനിൽ 2 ലോൺ പെയർ ഉണ്ട്. H2O 2 ലോൺ പെയർ ആയതുകൊണ്ടാണ് ആസിഡ് വരുമ്പോൾ അത് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ ഇതിന്റെ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഹൈഡ്രജൻ ആറ്റം H2Oയ്ക്കകത്തുണ്ട്. ആ ഹൈഡ്രജൻ ആറ്റം ഉള്ളത് കൊണ്ട് ഈ H2Oയ്ക്ക് നമ്മുടെ ബേസ് വരുമ്പോൾ ബേസിന് H+നെ കൊടുക്കാനുള്ള കഴിവ് ഉണ്ടായിട്ട് OH- ആയിട്ട് മാറുന്നു. ഈ H2Oയുടെ ആ സ്ട്രക്ചർ കാരണമാണ് അതിന് ആസിഡായിട്ടും ബേസ് ആയിട്ടും ആക്ട് ചെയ്യാനുള്ള കഴിവ് ഉണ്ടാകുന്നത്. ആ കഴിവിനെയാണ് പറയുന്നത് ആംഫോട്ടറിക് സബ്സ്റ്റൻസ്. ഓക്കെ, ബൈകാർബണേറ്റ് അങ്ങനെ പലതരത്തിലുള്ള കോമ്പൗണ്ട്സ് ആംഫോട്ടറിക് സബ്സ്റ്റൻസ് എക്സാമ്പിൾ ആണ് H2O, ബൈകാർബണേറ്റ് അങ്ങനെയുള്ളത്. ഇനി അടുത്ത ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ബ്രോൺസ്റ്റഡ് ലോവറി കൺസെപ്റ്റ്. ഏതിനും വളരെ ധാരാളം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബ്രോൺസ്റ്റഡ് ലോവറി കൺസെപ്റ്റിന് സാധിച്ചിട്ടുണ്ട്. ഇനി അതിന് ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദ റിയാക്ഷൻ ബിറ്റ്വീൻ അസിഡിക് ഓക്സൈഡ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ് SO2 SO3 ആൻഡ് ബേസിക് ഓക്സൈഡ് ലൈക്ക് കാൽസ്യം ഓക്സൈഡ് ബേരിയം ഓക്സൈഡ് അങ്ങനെയുള്ളതിന്റെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ വേറെ എക്സാമ്പിൾ ഉണ്ട്. ഈ BF3 എന്നൊക്കെ പറയുന്നത് അലൂമിനിയം ട്രൈക്ലോറൈഡ് ഒക്കെ ആസിഡിക് ക്യാരക്ടറാണ്. പക്ഷേ നമുക്ക് അറിയാം BF3-ക്കകത്ത് ഹൈഡ്രജൻ ഇല്ല. ബ്രോൺസ്റ്റഡ് ലോവറി കൺസെപ്റ്റ് അനുസരിച്ച് ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് H+. എന്നാൽ ഈ സബ്സ്റ്റൻസിനകത്ത് H+ ഇല്ല, പക്ഷെ ഇവർ അസിഡിക്കാണ്. അന്നേരം അതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബ്രോൺസ്റ്റഡ് ലോവറി കൺസെപ്റ്റിന് സാധിക്കുന്നില്ല. അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. Substances like BF3, aluminum trichloride, etc. do not have any hydrogen and hence cannot give a proton, but are known as acid. ഇവരെ ആസിഡ് എന്ന്, കാർബൺ ഡൈ ഓക്സൈഡ് ഇതൊക്കെ എന്താണ് ആസിഡ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊന്നും എന്തില്ല? H+ ഇല്ല. ബ്രോൺസ്റ്റഡ് ലോവറി കൺസെപ്റ്റ് അനുസരിച്ച് ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് H+. അതുകൊണ്ട് നമുക്ക് എല്ലാ സബ്സ്റ്റൻസിനെയും ബ്രോൺസ്റ്റഡ് ലോവറി കൺസെപ്റ്റ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മൾ അടുത്ത കൺസെപ്റ്റിലേക്ക് കടക്കുകയാണ്. അടുത്ത കൺസെപ്റ്റാണ് ലേവീസ് കൺസെപ്റ്റ്. ലേവീസ് കൺസെപ്റ്റ് അനുസരിച്ച് he defined acid as a species which accept electron pair, base which donate electron pair. ഇവിടെ ഇലക്ട്രോൺ എന്നുള്ള കൺസെപ്റ്റിലോട്ട് വന്നു. പഴയ 2 കൺസെപ്റ്റും അരീനിയസും ബ്രോൺസ്റ്റഡ് ലോവറി തിയറി അനുസരിച്ച് H+ ആയിരുന്നു. അവിടെ H+ OH- ഒക്കെ ആയിരുന്നു. ഇവിടെ വന്നിരിക്കുകയാണ് ഇലക്ട്രോൺ. പുതിയ ഇതാണ് ഇലക്ട്രോൺ എന്നുള്ള കൺസെപ്റ്റ് വന്നു. ഇലക്ട്രോണിക് കൺസെപ്റ്റ് അനുസരിച്ച് an acid is a substance which accept electron pair, base which donate electron pair.
In Lewis concept, acid do not have a proton at all. In bases, a lone pair is provided in such a case. BF3 does not have a proton but still act as an acid and react with ammonia. ഇതെല്ലാം നമുക്ക് ലേവീസ് കൺസെപ്റ്റ് അനുസരിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നു. എന്താണ് ലേവീസ് ആസിഡും ലേവീസ് ബേസും നമുക്ക് നോക്കാം. ലേവീസ് ആസിഡ് ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആണ്, ഇലക്ട്രോണെ സ്വീകരിക്കുന്നു. ലേവീസ് ബേസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡോണർ ആണ്, ഇലക്ട്രോണെ കൊടുക്കുന്നു. ലേവീസ് ആസിഡും ലേവീസ് ബേസും കൂടെ കൂടി ചേർന്ന് ഒരു കോർഡിനേറ്റ് കോവാലൻ ബോണ്ട് ഉണ്ടാകുന്നു. കോർഡിനേറ്റ് കോവാലൻ ബോണ്ട് എന്നുള്ള പുതിയ കൺസെപ്റ്റ് വരികയാണ്. കോർഡിനേറ്റ് കോവാലൻ ബോണ്ട് ഇവിടെ കൊടുക്കുന്നത് ലേവീസ് ബേസ് ആണ്. ഒരു ആറ്റം തന്നെ അതിന്റെ ഇലക്ട്രോണെ കൊടുക്കുന്നു, ഇലക്ട്രോൺ പെയറിനെ കൊടുക്കുന്നു. ഓക്കെ, ഇലക്ട്രോൺ പെയർ ആണ്, അത് ഓർത്തിരിക്കുക. എന്നാൽ അത് കോർഡിനേറ്റ് കോവാലൻ ബോണ്ട് എന്ന് പറയുന്നു. കോർഡിനേറ്റ് കോവാലൻ ബോണ്ടിനകത്ത് ഒരു ആറ്റം തന്നെയാണ് ബോണ്ടിങ്ങിന് ആവശ്യമായ ഇലക്ട്രോണെ കൊടുക്കുന്നത്. അങ്ങനെയുള്ള ബോണ്ടിനെയാണ് കോർഡിനേറ്റ് കോവാലൻ ബോണ്ട് എന്ന് പറയുന്നത്. അതാണ് ലേവീസ് ആസിഡ് ബേസ് ആയ അമോണിയയും ലേവീസ് ആസിഡായ BF3 കൂടെ കൂടി ചേരുമ്പോൾ നമുക്കൊരു കോർഡിനേറ്റ് കോവാലൻ ബോണ്ടായ NH3BF3 ഉണ്ടാകും. NH3BF3 ഇത് ലേവീസ് ആസിഡ്. ലേവീസ് ആസിഡിന് എക്സാമ്പിൾ ആണ് BF3. ലേവീസ് ബേസിന് എക്സാമ്പിൾ ആണ് അമോണിയ. ഇനി എന്താണ് ലേവീസ് ബേസിനകത്ത് ഇലക്ട്രോൺ ഡോണർ ആകാൻ കാരണം? ഈ അമോണിയക്കകത്ത് നൈട്രജനകത്ത് ഇലക്ട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺ ആണ് BF3 കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ലേവീസ് ബേസ് എന്ന് പറയുന്നത്. ലേവീസ് ബേസ്. ഓക്കെ, ഇലക്ട്രോൺ ലോൺ പെയർ ഉള്ളതുകൊണ്ടാണ് അത് ലേവീസ് ബേസ് ആയിരിക്കുന്നത്. നമ്മുടെ ലേവീസ് ബേസും ലേവീസ് ആസിഡുമാണ് പഠിക്കുന്നത്. ലേവീസ് ബേസ് സംതിങ് ദാറ്റ് കോംപ്ലക്സ് വിത്ത് എ ലേവീസ് ആസിഡ്. അവിടെ ലോൺ പെയർ ഡോണേഴ്സ് ആണ് അവിടെയുള്ള ലോൺ പെയർ ഡോണേഴ്സ്. ഇലക്ട്രോൺ ഇഷ്ടം പോലെയുള്ള ആൾക്കാരാണ് ലേവീസ് ബേസ്. ലേവീസ് ആസിഡ് എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് കോംപ്ലക്സ് വിത്ത് എ ലേവീസ് ബേസ്. ലേവീസ് ആസിഡ് എപ്പോഴും താ എന്ന് പറഞ്ഞിരിക്കും. എന്തിനു തരുന്നത്? ഇലക്ട്രോൺ തരൂ എന്ന് പറഞ്ഞാണ് ലേവീസ് ആസിഡ് നിൽക്കുന്നത്. എക്സാമ്പിൾ BF3 അലുമിനിയം ട്രൈക്ലോറൈഡ് ഒക്കെ ഇലക്ട്രോണെ കിട്ടിയാൽ എവിടെ നിന്നാണ് ഇത് സ്വീകരിക്കും. അതുകൊണ്ടാണ് ലേവീസ് ആസിഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. നമ്മുടെ ലേവീസ് ബേസിൽ ന്യൂക്ലിയോഫിൽസ് എന്ന് പറയും. ന്യൂക്ലിയോഫിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസിനെ ഇഷ്ടപ്പെടുന്നതാണ്. ന്യൂക്ലിയസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആരാണ്? നെഗറ്റീവ് ചാർജ്. ന്യൂക്ലിയസിന് ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ചാർജ് ഇഷ്ടപ്പെടുന്ന നെഗറ്റീവ് ചാർജുള്ള വസ്തുക്കളെല്ലാം ലേവീസ് ബേസ് ആയിട്ട് നമുക്ക് എടുക്കാം. അതുപോലെ ഇലക്ട്രോഫിൽസിനെ എല്ലാം ലേവീസ് ആസിഡ് ആയിട്ട് എടുക്കാം. ഇലക്ട്രോഫിൽസ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇലക്ട്രോഫിൽസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണെ ഇഷ്ടപ്പെടുന്ന ആള്. ഇലക്ട്രോണെ ഇഷ്ടപ്പെടുന്ന ആളുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജ്. ഇലക്ട്രോണെ ഇഷ്ടപ്പെടുന്ന ആളെന്നേരെ ഓപ്പോസിറ്റ് ചാർജാണ് കെമിസ്ട്രിക്കകത്ത്. പോസിറ്റീവ് ചാർജുള്ളതാണ് ഇലക്ട്രോഫിൽസ് എന്ന് പറയുന്നത്. ഇലക്ട്രോഫിൽസിന്റെ അർത്ഥം പോസിറ്റീവ് ചാർജുള്ള വസ്തു. അങ്ങനെയുള്ള പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഫിൽസ് ലേവീസ് ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. നെഗറ്റീവ് ചാർജുള്ള ന്യൂക്ലിയോഫിൽസ് ലേവീസ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇതെല്ലാം ലേവീസ് ബേസിന് ലേവീസ് ആസിഡിന് എക്സാമ്പിൾ ആണ്. അതുപോലെ H+ പ്രോട്ടോൺ ആണ്, പ്രോട്ടോൺ. അതുപോലെ ലിഗാൻസ്, ഇതെല്ലാം പലതരത്തിലുള്ള ലേവീസ് ബേസിന് ലിഗാൻസ്. ലേവീസ് ആസിഡിന് പ്രോട്ടോൺ എക്സാമ്പിൾ ആണ്. ഇലക്ട്രോൺ റിച്ച് പൈ സിസ്റ്റം ബെൻസീനൊക്കെ ലേവീസ് ബേസ് ആണ്. ഇലക്ട്രോൺ പ്യുവർ പൈ സിസ്റ്റം ഉള്ള ആൾക്കാരെല്ലാം ലേവീസ് ആസിഡുമാണ്. അന്നേരം നിങ്ങളുടെ മനസ്സിലോട്ട് വരേണ്ട ഇത്രയും കാര്യമുള്ളൂ. ലേവീസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണെ സ്വീകരിക്കുന്ന ആൾക്കാർ. ലേവീസ് ബേസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഇലക്ട്രോണെ കൊടുക്കും. അന്നേരം നമ്മളിപ്പോൾ മനസ്സിലാക്കുകയാണെങ്കിൽ ന്യൂക്ലിയോഫിൽസ് ലേവീസ് ബേസ് ആണ്, ഇലക്ട്രോഫിൽസ് ലേവീസ് ആസിഡ് ആണ്. ഇലക്ട്രോൺ പെയർ ഡോണർ അമോണിയ, ആക്സെപ്റ്റർ ആസിഡ് H+ ആസിഡ്, BF3 ആസിഡ് ലേവീസ് ആസിഡ് ആണ്, Ag+ ലേവീസ് ആസിഡ് ആണ്, SO3 ലേവീസ് ആസിഡ് ആണ്. ഇലക്ട്രോൺ ഉള്ള ആൾക്കാരാണ് ബേസ്. അമോണിയ ഇവിടെ കാണിക്കുന്നത് പലതരത്തിലുള്ള അഡക്റ്റ്, അതായത് കോർഡിനേഷൻ കോവാലൻ ബോണ്ടാണ്. കോവാലൻ കോർഡിനേഷൻ ബോണ്ട് ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഇവിടെ ഈ ആരോ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ അമോണിയയാണ് Hനെ കൊടുക്കുന്നതെന്നുള്ളതാണ് ഈ അഡക്റ്റ് എന്നുള്ളതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം ലേവീസ് കൺസെപ്റ്റ് അനുസരിച്ച് an acid is a electron pair acceptor, a base is a electron pair donor. Lewis base, electron pair donor, nucleophile, Lewis acid, electron pair acceptor, electrophile, Lewis acid and base, A+B gives AB. Curved arrow ക്കകത്ത് കാണിച്ചിരിക്കുന്നത് ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. ലോൺ പെയർ കൊടുക്കുന്നു, empty ഓർബിറ്റിലാണ് ലേവീസ് ആസിഡിനകത്തുള്ളത്. രണ്ടും കൂടെ കൂടി ചേർന്ന് ബോണ്ടിങ് പെയർ ഉണ്ടാകുന്നു. ഇതാണ് ലേവീസ് ആസിഡ് ബേസിന്റെ സ്ട്രക്ചർ. നമ്മൾ 3 കൺസെപ്റ്റ് ആണ് പഠിച്ചത്. അരീനിയസ് കൺസെപ്റ്റ് അനുസരിച്ച് ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ്. അരീനിയസ് കൺസെപ്റ്റ് H+ H2O, ബേസ് OH- H2O. അരീനിയസ് ബ്രോൺസൺ ലോ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ആസിഡ് H+ ഡോണേഴ്സ് ആണ്, ആക്സെപ്റ്റ് H+ ബേസ്. ലേവീസ് കൺസെപ്റ്റ് അനുസരിച്ച് ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റർ ആണ് ആസിഡ്,
ഇലക്ട്രോൺ പെയർ ഡോണർ ആണ് ബേസ്. 3 കാര്യങ്ങൾ നിങ്ങൾ എഴുതി പഠിക്കുക. അടുത്ത ഇതാണ് pH സ്കെയിൽ. pH ഇവിടെ pH എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+ എന്നാണ് pH. pH uses to measure the concentration of H+ in solution, measuring the acidity of the solution. pH is a negative base to the log base 10 ആണ് the concentration of hydrogen ion H+. pH എന്ന് പറഞ്ഞാൽ pH that is equal to negative logarithm of concentration of H+. അങ്ങനെയാണെങ്കിൽ POH എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ്. POH നെഗറ്റീവ് ബേസ് 10 log of the concentration of hydroxide ion. ഇനി ഈ pHും POHും തമ്മിലുള്ള റിലേഷൻ ഇതാണ്. pH plus POH that is equal to 14 എന്നുള്ള ഒരു വാല്യൂവിൽ എത്തുവാണ്. pH plus POH that is equal to 14. ഒരു പ്രോബ്ലം വന്നാലോ, given that the pH of hydrogen sulfide H2S is 4.82, find the concentration of hydrogen ion. pH എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ലോഗരിതം ഓഫ് H+, pH തന്നിട്ടുണ്ട് 4.82, നെഗറ്റീവ് ലോഗരിതം ഓഫ് H+ന്റെ കോൺസെൻട്രേഷൻ കാണാൻ വേണ്ടി ആന്റി ലോഗരിതം ഓഫ് -4.82 അതാണ് ഇവിടെ വാല്യൂ വരുന്നത്. ഒരു pH പേപ്പർ ചേഞ്ചസ് കളർ ടു ഇൻഡിക്കേറ്റ് സ്പെസിഫിക് pH വാല്യൂ. pH പേപ്പർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഡെയിലി ലൈഫിനകത്ത് നമ്മൾ പല തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. ആഹാര സാധനങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള മെറ്റീരിയൽസും. ഇവിടെ സ്റ്റൊമക് ആസിഡിനകത്ത് നമുക്കറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡാണ് അവിടെ ഉള്ളത്. അത് നല്ല കോൺസെൻട്രേഷനുള്ളതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അസിഡിറ്റി ഒക്കെ വരുന്നവർക്ക് അറിയാം വിഷമങ്ങൾ, അതിൻ്റെ പുളിച്ച് തികട്ടിങ് വരും അല്ലേ. എന്നാൽ ഇവിടെ കോൺസെൻട്രേഷൻ അതിൻ്റെ ആസിഡിൻ്റെ വാല്യൂടെ 1 ആണ്. 1 സ്റ്റൊമക് ആസിഡ്. ലെമൺ, നാരങ്ങ അതെല്ലാം അസിഡിക്കാണ്. ടൊമാറ്റോയ്ക്കകത്തുള്ള ആസിഡാണ് ഓക്സാലിക് ആസിഡ്. അങ്ങനെ പലതരത്തിലുള്ള മിൽക്ക് ഇതെല്ലാം അസിഡിക്കായിട്ട് വരുന്നു. ഇനി നമ്മളിവിടെ ന്യൂട്രലാണ് വെള്ളം ന്യൂട്രലാണ് അല്ലെ. pH 7 ആണ് ഇവിടെ വരുന്നത്. pH 7 ഇത് ഓർത്തിരിക്കുക. ആസിഡ് 7ൽ കുറവ്, ബേസ് 7ൽ കൂടുതൽ വരികയാണ്. മുട്ട, എഗ്ഗ് അതെല്ലാം എന്താണ്? ബേസിക് സബ്സ്റ്റൻസ് ആയിട്ട് വരുന്നു. അതുപോലെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സോപ്പ്, ബ്ലീച്ച് അങ്ങനെയുള്ളതെല്ലാം ബേസിക് സബ്സ്റ്റൻസ് ആയിട്ട് വരുന്നു. ഈ ആഹാര സാധനങ്ങളൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ അതിൻ്റെ pH ഒക്കെ അറിഞ്ഞാൽ നമുക്ക് അസിഡിറ്റി ഒക്കെ നിയന്ത്രിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കാർന്നവന്മാർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഈ അസിഡിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു പ്രോബ്ലം തന്നെയാണ്. അസിഡിക്ക്, ന്യൂട്രല്, ബേസിക്. അസിഡിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ലെമൺ ജ്യൂസ് pH 2, വൈൻ, അതുപോലെ തന്നെ ഹ്യൂമൻ ബ്ലഡ് എന്ന് പറയുന്നത് 7.5 ആണ്. 7.5. ബേക്കിംഗ് സോഡ നമ്മൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ pH 8.5 ആണ്. ഇതൊന്നും കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല കേട്ടോ. അതുപോലെ ഡിറ്റർജന്റ് pH 10 ആണ്. ബ്ലീച്ച് pH 12.5. ഇതെല്ലാം ഏത് കാറ്റഗറിയാണെന്ന് ഓർത്തോണം നിങ്ങൾ. നാരങ്ങായും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസിഡിക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻ ബ്ലഡ് എന്ന് പറയുന്നത് അതിന്റെ pH 7.5 ആണ്. 7.5. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾ സെക്കൻഡ് ഇയറിനകത്ത് വോളിമെട്രിക് അനാലിസിസ് ഒക്കെ നടത്തുമ്പോൾ ആസിഡും ബേസും ടൈട്രേഷൻ ഒക്കെ ഉണ്ട്. ഫിനോഫ്തിലിൻ ആണ് അവിടെ ഇൻഡിക്കേറ്റർ. ആസിഡിന്റെയും ബേസിനെയും ഒക്കെ തിരിച്ചറിയാൻ സാധിക്കും. ആസിഡിനകത്ത് ഫിനോഫ്തിലിൻ കളർലെസ് ആണ്. ബേസിനകത്ത് ഫിനോഫ്തിലിൻ ഡാർക്ക് പിങ്ക് കളർ. അതായത് സോഡിയം ഹൈഡ്രോക്സൈഡിനകത്ത് ഫിനോഫ്തിലിൻ ഒഴിച്ചാൽ നമുക്ക് പിങ്ക് കളർ കിട്ടുന്നു. അത് അസിഡിക് ആവുകയാണെങ്കിൽ അത് കളർലെസ് ആയി മാറുന്നു. അതുപോലെ അടുത്താണ് ലിറ്റ്മസ് പേപ്പർ നമ്മൾ പഠിച്ചാൽ ലിറ്റ്മസ് എന്താകുന്നു? ആസിഡിനകത്ത് റെഡ് ആകുന്നു. ബേസ് നമ്മൾ പഠിച്ചാൽ ബേസ് ബ്ലൂ, ബി എന്നുള്ള ഇത് പറഞ്ഞായിരുന്നു, ബ്ലൂ ആകുന്നു. ബ്രോമിത്മോൾ ബ്ലൂ, അതുപോലെ യെല്ലോ, ഗ്രീൻ, അത് ബ്ലൂ എന്നുള്ള കേസാണ് അവിടെ ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ബ്രോമിത്മോൾ. പല നമുക്ക് സിറ്റുവേഷൻസ് ഇൻ വിച്ച് pH is controlled. Head burn, planting vegetables and flowers, fish tank and ponds, blood, swimming pools, ഇതെല്ലാം സിറ്റുവേഷൻസ് ഇൻ വിച്ച് pH is controlled ഉള്ള കാര്യങ്ങളാണ്. അതുപോലെ റാപ്പിഡ് ചേഞ്ച് ഇൻ pH can kill fish and other organisms in lakes and streams. pHന് അക്വാട്ടിക് ലൈഫിനകത്തൊക്കെ pHന് വ്യത്യാസം വന്നാൽ നമുക്കറിയാം ചില സ്ഥലങ്ങളിലൊക്കെ മീൻ ചത്തു പൊങ്ങി എന്നൊക്കെ പറയുന്നത്. അതിന് കാരണം എന്തായിരിക്കും? റാപ്പിഡ് ചേഞ്ചസ് ഇൻ pH can kill fish and other organisms. അതുപോലെ soil pH is affected and can kill plants and create sinkholes. അങ്ങനെ പലതരത്തിലുള്ള എൻവയോൺമെന്റ് പ്രോബ്ലംസ് ഒക്കെ pH ചേഞ്ച് വരുമ്പോൾ ഉണ്ടാകുന്നു. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം pH ഉണ്ട്. മൗത്ത് pH അറൌണ്ട് 7, അതായത് സലൈവ, ഉമിനീര്, കണ്ടെയ്ൻസ് അമൈലേസ്, ആൻ എൻസൈം വിച്ച് ബിഗിൻസ് ടു ബ്രേക്ക് കാർബോഹൈഡ്രേറ്റ്സ് ഇൻടു ഷുഗേഴ്സ്. നമ്മുടെ
ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്തുള്ളതാണ്. സ്റ്റൊമക്കിനകത്ത് pH ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്, 2 ആണ് pH. പ്രോട്ടീൻസ് ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു അമിനോ ആസിഡ്സ് ബൈ ദ എൻസൈം പെപ്സൈഡ്. സ്മോൾ ഇൻഡസ്റ്റൈനകത്ത് pH അറൌണ്ട് 8 ആണ്. സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ, അതുപോലെ സ്റ്റൊമക്ക്, അവിടെ എല്ലാം പലതരത്തിലുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്ത് നമുക്ക് നമ്മുടെ ഡൈജഷനൊക്കെ നടക്കാൻ വേണ്ടി ഈ അസിഡിക്കും ബേസിക്കും ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ആസിഡ് ആൻഡ് ബേസസ് ഇൻ സൊല്യൂഷൻ. HCl പ്ലസ് H2O H3O പ്ലസ് Cl മൈനസ് ആയി മാറുന്നു. ഇവിടെ ആസിഡും ബേസും ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ബോർഡ് എക്സാമിന് ചോദിക്കാവുന്നതാണ്. ആസിഡ് വെള്ളത്തിൽ ലയിച്ചാൽ കോൺസെൻട്രേറ്റഡ് സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്, സൊല്യൂഷൻ എന്തായിരിക്കും? സൊല്യൂഷൻ മോർ അസിഡിക് സൊല്യൂഷൻ ആയിരിക്കും, അസിഡിക് സൊല്യൂഷൻ. അതുപോലെ സോഡിയം ഹൈഡ്രോക്സൈഡ് സ്ട്രോങ് ബേസ് ആണ്, അത് വെള്ളത്തിൽ ലയിച്ചാൽ അത് ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് ബേസിക് ആയിരിക്കും, ബേസിക് സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരുന്നോണം. ആസിഡും ബേസും ഒക്കെ വെള്ളത്തിൽ ലയിക്കുമ്പോൾ ഏത് തരത്തിലുള്ള സൊല്യൂഷനാണ്. ഇനി വേറൊരു അടുത്ത കൺസെപ്റ്റ് വരുവാണ്. സ്ട്രോങ് ബേസും സ്ട്രോങ് ആസിഡുമായ സോഡിയം ഹൈഡ്രോക്സൈഡും HCl കൂടെ ഇവിടെ വെള്ളത്തിൽ ലയിക്കുമ്പോൾ സോഡിയം ക്ലോറൈഡ് പ്ലസ് HOH ഉണ്ടാകുന്നു. സോഡിയം ക്ലോറൈഡും പ്ലസ് HOH ഉണ്ടാകുമ്പോൾ അവിടെ സോൾട്ട് ഉണ്ടാകുന്നത്. സോഡിയം ക്ലോറൈഡ് സോൾട്ട്, ആ സോൾട്ട് നമുക്ക് അവിടുത്തെ ആ വെള്ളത്തിൻ്റെ ചാർജ് അല്ലെങ്കിൽ ന്യൂട്രൽ ചാർജ്, ന്യൂട്രലാന്ന് പറയും. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അസിഡിക്കും അല്ല ബേസിക്കും അല്ല, ന്യൂട്രൽ ആയിട്ടിരിക്കുന്നു, അതാണ് ന്യൂട്രൽ ചാർജ് എന്ന് പറയുന്നത്. ഇനി അമോണിയ എന്ന് പറയുന്നത് വീക്ക് ബേസ് ആണ്. വീക്ക് ബേസ് ആകുമ്പോൾ അവിടെ വീക്ക് ബേസും H2O കൂടെ കൂടി ചേർന്ന് NH4 പ്ലസ് OH മൈനസ് ഉണ്ടാകുന്നു, OH മൈനസ്. ആസിഡ് റെയിൻ, നമ്മുടെ ചിലപ്പം ചില സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്യുമ്പോൾ പൊള്ളുന്ന വെള്ളം അല്ലെങ്കിൽ വെള്ളം മഴയേൽക്കുമ്പം നമ്മുടെ ശരീരത്തിൽ ചിലപ്പം ഒരു ചെറിയ പൊള്ളൽ പോലെയൊക്കെ ഉണ്ടാകും. അതിന് കാരണം ആസിഡ് റെയിൻ ആണ് അവിടെ നടക്കുന്നത്. ആസിഡ് റെയിൻ എന്ന് പറഞ്ഞാൽ ഈ എയർ അറ്റ്മോസ്ഫിയറിനകത്ത് ഇഷ്ടംപോലെ പൊല്യൂഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ അവിടെ നമുക്ക് SO2 അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ആണെങ്കിൽ വെള്ളവുമായിട്ട് കൂടി ചേർന്നാൽ അത് H2CO3 ഉണ്ടാകുന്നു. H2CO3 കാർബോണിക് ആസിഡായി മാറുന്നു. പൊല്യൂഷൻ ഇൻ ദ എയർ, സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് കമ്പൈൻ വിത്ത് വാട്ടർ ടു ഫോം വേരിയസ് ആസിഡ്. ആ വേരിയസ് ആസിഡ് നമ്മുടെ ശരീരത്തിൽ വീഴുവാണെങ്കിലാണ് അവിടെ നമുക്ക് എന്തുണ്ടാകുന്നു, ചെറിയ പൊള്ളൽ പോലെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. ആസിഡ് റെയിൻ, വെള്ളവുമായിട്ട് കാർബൺ ഡയോക്സൈഡ് ഒക്കെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആസിഡ് ഉണ്ടാകുന്നു. A salt is a neutral substance produced from the reaction of an acid and a base. സോഡിയം ഹൈഡ്രോക്സൈഡും HCl കൂടെ കൂടി ചേരുമ്പോൾ സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്ന ഒരു സോൾട്ട് ആണ്. Composed of the negative ion of an acid and the positive ion of a base. അതിന് പറയുന്ന പേരാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. A neutralization reaction is a reaction of an acid with a base to produce salt and water. Example, sulfuric acid plus NaOH gives NaHSO4 plus H2O. ഇതൊരു സോൾട്ട് ആണ്, NaHSO4 സോൾട്ട്. എന്നിട്ട് ന്യൂട്രലൈസേഷൻ ആണ് നടക്കുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആസിഡിന്റെയും ബേസിന്റെയും വേരിയസ് കൺസെപ്റ്റ് പഠിച്ചു. പല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിക്കുക. അതുപോലെ ഈ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.